എല്ലാവർക്കും വെൽക്കമിങ് യു ഓഫ് ടുഡേ 26. എനിക്ക് വയ്യ. നമ്മൾ 4 ദിവസം കൂടെ ഉള്ളൂ. എല്ലാ ദിവസവും ഞാനിങ്ങനെ പറയും 4 ദിവസം കൂടെ ഉള്ളൂ, 3 ദിവസം കൂടെ ഉള്ളൂ, 5 ദിവസം കൂടെ ഉള്ളൂ എന്ന് എല്ലാ ദിവസവും പറയും. അപ്പോൾ നമ്മൾ എണീറ്റു. ഞാൻ എണീറ്റിങ്ങനെ ഫ്രഷായി എണീറ്റതിന് ശേഷം അടുത്തോ വീഡിയോ എടുത്തല്ലോ ദൈവം എന്നിട്ട് വീഡിയോ എടുത്തത് അതുകൊണ്ട് ഇത്ര ഫ്രഷ് ആയിട്ടിരിക്കണം. ഞാൻ പക്ഷേ ബ്രഷൊന്നും ചെയ്തിട്ടില്ല. പോയി ബ്രഷൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് വരാം. വേറെ ഒന്നുമില്ലല്ലോ. പോയി ബ്രഷൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് താഴേക്ക് പോവാം. ഓക്കേ. നോക്കട്ടെ, സുന്ദരനായിട്ടിരിപ്പുണ്ട് രാവിലെ തന്നെ. നമുക്കെന്തായാലും വെള്ളം കുടിക്കാം. നമ്മൾ കഴിക്കാൻ പോകുന്ന രാവിലെ തന്നെ പുട്ടും ഇന്നത്തെ ചിക്കൻ കറിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഞാൻ രാവിലെ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ ഒരു റീലിന് നല്ലൊരു റീച്ച് കിട്ടി, നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അറിയത്തില്ല, ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ. ലൈക്ക് ഈവൻ ഐ ഹാവ് ഹാഡ് ടൈംസ് വെൻ ഐ വാസ് റിയലി ലോ ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാണുമ്പം ഇടയ്ക്ക് ഐ ഫീൽ ലൈക്ക് ഓക്കെ, നന്നാവുന്നു, കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് വേർഡ് ടു യൂസ് ഹിയർ ഇസ് ഗ്രാറ്റിറ്റ്യൂഡ്. ബി ഗ്രേറ്റ്ഫുൾ. എന്താണ് നമുക്കുള്ളതിൽ വെച്ച് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഐ ഹാവ്. കുറച്ച് ഫിലോസഫിയൊക്കെ ആയിപ്പോയി, പക്ഷേ സാരമില്ല. രാവിലെ തന്നെ ഞാൻ സന്തോഷമായി കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കേട്ടോ, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിട്ട് വരും. പക്ഷേ നമുക്ക് എന്തായാലും ഇപ്പോൾ പുട്ട് കഴിക്കാം. പുട്ട് കഴിക്കാം, പുട്ടും ചിക്കൻ കറിയും കഴിക്കാം. ഓക്കെ, ബാ. അപ്പം ഞാനിങ്ങനെ ഫുൾ ഒരുങ്ങി നിൽക്കുന്നത് കണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ഈ വീട്ടിലിരുന്നിട്ട് എന്താ ഈ ഡ്രസ്സൊക്കെ മാറി ഇരിക്കണേന്ന്. ദ തിങ് ഈസ്, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തിരിച്ച് സ്കൂളിലേക്ക് പോവാണ്. അപ്പോഴേക്കും ഞാൻ +1 +2 പഠിച്ച സ്കൂളിലേക്ക് ഞാൻ തിരിച്ചു പോവാണ്. അപ്പം ടീച്ചേഴ്സിനൊക്കെ കണ്ട് എല്ലാവരെയും കണ്ട് അമ്മയ്ക്കൊരു സർപ്രൈസൊക്കെ കൊടുത്തിട്ട് വരാമെന്ന് ഓർത്തു. അപ്പം അതിന് വേണ്ടി റെഡി ആയതാണ്. ഈ ലൈക്ക് സ്കൂളിൽ പണ്ട് ഇങ്ങനെയൊന്നും ഒരുങ്ങി പോകാൻ പറ്റില്ല. അപ്പം ഞാൻ മാക്സിമം ഒരുങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പം അവിടെ പോയി എല്ലാവരെയും കണ്ട് അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ തിരിച്ചു വരും. എല്ലാ ടീച്ചേഴ്സിനൊക്കെ ഒന്ന് കണ്ട് എൻ്റെ ഫ്രണ്ടിന് എന്തോ ആവശ്യമാണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് അതൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റെഡിയാക്കുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ ഇട്ടേക്കണത്. ഒരു ഷർട്ട് ഒരു പാൻറ്റുമാണ് ഇട്ടേക്കണത്. അപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും പോവാം. നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂള്. അപ്പം കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ വന്നു വെച്ചാൽ ഒത്തിരി ആയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അവിടെ. ഇവളാണ് എൻ്റെ കൂടെ ഉള്ളത്, ഭാഗ്യ എന്നവളുടെ പേര്. ഈ സ്കൂൾ ഭയങ്കരമായിട്ട് മാറിയിട്ട്, ബിക്കോസ് ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ പഠിച്ച സമയത്ത് ഇങ്ങനെ ടേഫൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ദ ഫേവറേറ്റ് പാർട്ട് ഓഫ് മൈ സ്കൂൾ ഇസ് ക്യാൻറ്റീൻ. ക്യാൻറ്റീനിലെ ഡിഫറെൻറ്റ് ഫുഡും ലൈം സോഡയും തൈം ജ്യൂസും ഗൈസ്. അപ്പോൾ ഇതാണ് ഇവളെ നിങ്ങൾക്ക് വളരെ പരിചിതമാവേണ്ടതാണ്. ബിക്കോസ് ഇവളെ ഞാൻ 6th സ്റ്റാൻഡേർഡ് തൊട്ട് ഒരുമിച്ചായിരുന്നു. ഒരു വധൂരിയാണ്. ഞങ്ങളിപ്പം സ്റ്റേറ്റ് സ്കൂൾ കഴിഞ്ഞിട്ട് CBSE പോട്ടോ. നമ്മുടെ പണ്ടത്തെ ടീച്ചേഴ്സിനൊക്കെ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? ഇവളുടെ ഒരു സ്പീച്ചുണ്ട് പണ്ടത്തെ ഒക്കെ. ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂൾ ലീഡർ ആവാൻ വേണ്ടി കോമ്പറ്റ് ചെയ്തത്. അപ്പം അത് +1 പഠിക്കുമ്പോഴാണ്. അല്ല, +1 അല്ലല്ലോ, +2 പഠിക്കുമ്പോഴല്ലേ. +2 പഠിക്കുമ്പോഴായിരുന്നു. എന്നിട്ടാണെങ്കിൽ അപ്പം ഇവളോടൊരു അപ്പം നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ സ്പീച്ച് വന്നിട്ട് അങ്ങ് പറഞ്ഞു. ഓക്കെ, എൻ്റെ മുന്നിട്ട് ഇവക്ക് കിട്ടി തെണ്ടി പെണ്ണ്. അപ്പം ഞങ്ങളിത് സ്കൂളിൽ പോയപ്പോൾ എല്ലാവരും അതും പറഞ്ഞിരിക്കുകയായിരുന്നു ഇവളുടെ സ്പീച്ചിനെ പറ്റിയിട്ട്. ഇവളുടെ സ്പീച്ചിൽ ആരെ മുന്നിൽ കാണുന്നു അവരെ വിളിച്ചിട്ട് ഗ്രേറ്റ് ഫാൻ ഓഫ് യു എന്നൊക്കെ പറഞ്ഞ് സ്പീച്ചിൽ പറയാം, സ്കൂളിലിരുന്ന സ്പീച്ചിൽ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞു. സ്കൂള് ഇതെൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരൊക്കെ അടുത്ത് വെച്ചാൽ കുഴപ്പമില്ലാണ്ടൊക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. ഇനി പോയിട്ടേക്ക് പാർവതിനെ കാണാം. ഇവൾ പാർവതിനായിട്ട് എത്ര വർഷം? 7 വർഷമോ? 7 വർഷം കാണും ഇവള് പാർവതിനെ കണ്ടിട്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിച്ചാട്ടോ. പാർവതിനെ കണ്ടില്ലല്ലോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിച്ചാട്ടോ. ലൈക്ക് ഫസ്റ്റ് ഇവള് ഫോർത്തിലാവുന്നത്, ഞാനും 3rd. ഞാനും പാർവതി ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ ഒരുമിച്ച് പഠിച്ചത്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് കാണാം. നമ്മൾ കഴിക്കുകയാണ്. പുട്ടാണ് കഴിക്കുന്നത്. ഇത് സംസാരിച്ച പുട്ടും ചിക്കനാണ് കഴിക്കുന്നത്. ബാക്കി ഓർച്ചുകൊണ്ട് ഇത് കഴിച്ച് നമ്മൾ പറഞ്ഞിട്ട് പോകും. ഓക്കെ, ഇവിടെ ഇങ്ങനെ തെറിച്ച് നിൽക്കും. തന്നെ ഉണ്ട് കേട്ടോ.
ഞങ്ങൾ അവിടെ നിന്നിട്ട് നെക്സ്റ്റ് വരെ വന്നു, കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. പിന്നെ സ്നാക്കായിട്ട് ഞാൻ കഴിച്ചത് അവിൽ മിൽക്കാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. അതാണ് സ്നാക്കായിട്ട് കഴിച്ചത്. പിന്നെ എന്താ അപ്പം ഞങ്ങളിപ്പോൾ എലത്തൂർ ബീച്ചിൽ വന്നതാണ്, വെറുതെ വന്നിരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വന്നതാണ്. അത് നല്ല രസമുള്ളത് കണ്ടോ, ഭയങ്കര രസമാണ്. മഴ പെയ്യാനൊക്കെ ഉള്ള കോളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കുറച്ച് നേരം വന്നിരുന്നതാണ്. ഓക്കെ, ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാം. ഞാൻ എടുക്കണോ? നമ്മളങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇന്ന് അവരെല്ലാവരുടെയും കൂടെ ഒന്ന് സ്കൂളിലൊക്കെ പോയി ടീച്ചേഴ്സിനൊക്കെ കണ്ടു. ടീച്ചേഴ്സിനൊക്കെ കുറേ നേരം ഇരുന്ന് എന്തൊക്കെയൊക്കെയോ കത്തിയടിച്ച് സംസാരിച്ച് നല്ല രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ മ്യൂസിക് സാറുണ്ട്, സയൻസ് സാറിനൊക്കെ കണ്ടു, എല്ലാവരും കണ്ടു. എന്നിട്ട് തിരിച്ച് പാർവതിൻ്റെ വീട്ടിൽ പോയി. നിങ്ങൾ കണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയതാണ് ചുമ്മാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അഭിമിൽക്ക് കഴിച്ചു സ്നാക്കായിട്ട്. തിരിച്ചിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇനി ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടില്ല, ഇന്നലത്തെ. അപ്പോഴത്തേക്കും ഡേ 26 ആണ്, 5 ആണെന്ന് ഓർമ്മയില്ല, 25 ആണെന്ന് തോന്നുന്നു. അത് ഇട്ടിട്ടില്ല, അത് എഡിറ്റ് ചെയ്തിടണം. അതെനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പോയിട്ടെ കഴിക്കാൻ പോവാണ്. പൊട്ട് ആൻഡ് ചിക്കൻ കറി. പിന്നെ വിശന്നിട്ട് എൻ്റെ വയറ്റിൽ നിന്ന് കോഴി കൂവിക്കൊണ്ടിരിക്കുക കുറച്ച് നേരമായിട്ട്. ആർക്കറിയാം, ഭയങ്കരമായിട്ട് വിശക്കും എൻ്റെ പൊന്നെ. ഇപ്പോൾ കഴിക്കട്ടെ. ഞാനിപ്പോൾ പുട്ടും ചിക്കൻ കറിയും തന്നെ കഴിക്കുന്നത്. ഉച്ചയ്ക്ക് കഴിച്ച് സെയിം സാധനം, രാവിലെ കഴിച്ച് സെയിം സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗോതമ്പ് പുട്ടാണ് കേട്ടോ. അതവനെ ഗോതമ്പ് പുട്ടും ഗോതമ്പ് ക്യാരറ്റും കൂടെ ഇട്ടൊക്കെ അമ്മ ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ വെറൈറ്റി സാധനമാണ്. അപ്പോഴത്തേക്കും അത് കഴിക്കാം. അത് ചിക്കൻ കറിയും പോയി കഴിക്കാം. അങ്ങനെ നമ്മൾ ഡിന്നറും കഴിച്ചു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, തിരിച്ച് വന്നു. ഇനിയിപ്പോൾ ഒന്ന് പോയി കുളിച്ചൊന്ന് ഫ്രഷനപ്പ് ആയിട്ട് വേണം ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ. കുറച്ച് വയറ് നിറച്ച് ഫുഡ് കഴിച്ചു കേട്ടോ. എനിക്ക് നല്ല വിശപ്പായിരുന്നു. ഞാൻ കുറച്ചധികം പുട്ട് കഴിച്ചു. അത്രയും കഴിക്കണ്ടായിരുന്നു, പക്ഷേ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ അത്ര കഴിക്കണ്ടായിരുന്നു. പക്ഷേ ഞാൻ കഴിച്ചു, അത്യാവശ്യം പുട്ട് കഴിച്ചു. ചിക്കൻ കറി ഞാൻ നല്ല ഘോരം എന്ന് പറഞ്ഞ് കഴിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് നമുക്ക് ഇന്നൊന്ന് കുളിച്ച് ഫ്രഷനപ്പ് ആവട്ടെ. അതുകഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഞാൻ നിങ്ങളോട് ബാക്കി വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. അങ്ങനെ ഡേ 26 കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ കഴിച്ചിരിക്കുകയാണ്. നിയറിങ് ദി എൻഡ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് വെറും 4 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാലഞ്ച് ഓവർ. ആൻഡ് ഓൾസോ ഈ ചാലഞ്ചിൽ നിന്ന് എനിക്ക് കിട്ടിയ എന്താ പറയുക ലെസൺസൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് പറയുകയാണെങ്കിൽ ലൈക്ക് ഇപ്പം ഞാൻ ഇത്രയും ദിവസമായിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റൂട്ടീൻ ഫോളോ ചെയ്തല്ലോ. അപ്പോൾ അത് എൻ്റെ മനസ്സിലോ രജിസ്റ്റർഡ്. നമ്മൾ പറയും 21 ദിവസം നമുക്ക് ചെയ്യേണ്ട ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റായി പോകും. അതുപോലെ എനിക്കിതിപ്പോൾ ഹാബിറ്റായി. ഇപ്പം ഇത് കഴിഞ്ഞാൽ ഞാൻ ചീറ്റ് മീൽ കഴിച്ച് മരിക്കത്തൊന്നുമില്ല എൻ്റെ മനസ്സിൽ. ഓവർ സ്ട്രെസ്സ് കാരണം ഓവർ ഈറ്റ് ചെയ്യുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യണം. പക്ഷെ അല്ലാണ്ട് ഐ ഡോണ്ട് തിങ്ക് സോ ഞാൻ പണ്ടത്തെ പോലെ ലൈക്ക് ഒരിടയ്ക്ക് എനിക്കുണ്ടായിരുന്നു ഭയങ്കര തീറ്റ, അങ്ങനെ തിന്നില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക, ഹെൽത്തി ഡയറ്റ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് സ്റ്റാർ വേണ്ട ഒന്നും ആവശ്യമില്ല. ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ്, എല്ലാം മോഡറേറ്റ് ആയിട്ട് കഴിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും നമ്മുടെ ജീവിതം. നമുക്ക് കുറച്ചുകൂടെ നന്നായി ജീവിക്കാൻ പറ്റും, കുറച്ചുകൂടെ കാലം ജീവിക്കാൻ പറ്റും, കുറച്ചുകൂടെ ഹെൽത്തിയായി ജീവിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എൻ്റെ ഫിലോസഫി കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ പുരാണം പറച്ചിലൊക്കെ കഴിഞ്ഞു. നാളെ നമുക്ക് ഡേ 27 തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.